തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി 2ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ശരണ്യ മണികണ്ഠൻ ദമ്പതികളുടെ 7 വയസ്സുള്ള മകൾ കൃഷ്ണേന്ദുവാണ് മരിച്ചത്. വീടിന് മുൻപിൽ ബസ് ഇറങ്ങിയ കുട്ടി കേബിൾ കുരുങ്ങി ബസ്സിനടിയിലേക്ക് വീണാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപകടത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. മടവൂർ LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച കൃഷ്ണേന്ദു. വൈകിട്ട് 4:30 വീടിനു മുമ്പിലായിരുന്നു അപകടം. ബസ്സിറങ്ങിയ കൃഷ്ണേന്ദു അടുത്ത ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ ബസ്സിനടിയിലേക്ക് വീണു. കുട്ടിയുടെ തലയിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, ഒറ്റ ഓട്ടോ ഓടി വീണായിരുന്നു. ഓടി തട്ടി വീണായിരുന്നു, വണ്ടി തട്ടി വീണായിരുന്നു. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്ത് ഓടി. അപ്പോൾ ഡ്രൈവറും കാണത്തില്ലല്ലോ, അങ്ങനെ തട്ടി വീണ. എന്നിട്ട് അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ചു. ഞാനും അവിടുത്തെ ചേട്ടനും കൂടെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും കൊച്ചൊരു ഇതായിരുന്നു, ബോധമൊന്നുമില്ല, ശരീരമാകെ തണുത്ത് ഒരു ഇതായിരുന്നു, തലയിൽ കൂടെയാണ് കയറിയത്. വീടിന് സമീപത്തുണ്ടായിരുന്ന കേബിൾ കാലിൽ കുടുങ്ങിയാണ് കുട്ടി വീണതെന്നും ആക്ഷേപമുണ്ട്. കൃഷ്ണേന്ദുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ബസ്സിൽ വന്നിറങ്ങുകയും കുറച്ച് മുന്നോട്ടേക്ക് ബസ്സിലിറങ്ങിയ ശേഷം കുറച്ച് മുന്നോട്ടേക്ക് അത് നടന്നു പോയ സമയത്ത് അവിടെ റോഡിൽ കിടന്ന കേബിളിലോ വയറിലോ കണ്ട് കുടുങ്ങി ആ വണ്ടിക്ക് അടിയിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. സ്കൂൾ ബസ് ഡ്രൈവറെ പള്ളിക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകട സമയം കൃഷ്ണേന്ദുവിന്റെ വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. അമ്മ സ്വകാര്യ സൂപ്പർമാർക്കറ്റിലെ ജീവനക്കാരിയാണ്. അച്ഛൻ KSRTCയിലെ താൽക്കാലിക ഡ്രൈവറും. സഹോദരൻ മടവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. അപകടത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി V. ശിവൻകുട്ടി നിർദ്ദേശം നൽകി. മരിച്ച കൃഷ്ണേന്ദുവിന്റെ സംസ്കാരം നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടക്കും. 24 തിരുവനന്തപുരം.